ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 42 ശകടാസുരവധം. കഥാപി ജന്മക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാ മഹാനസസ്ത്വാം സവിധേ നിധായ സാ മഹാനസാദൗ പവൃതേ വ്രജേശ്വരീ. തതോ ഭവത്രാണനിയുക്തബാലകപ്രഭീതിസംക്രന്ഥനസങ്കുലാരവൈഃ വിമിശ്രമശ്രാവിഭവത്സമീപതഃ പരിസ്ഫുരദ്ദാരുചടച്ചടാരവഃ. കദാപി ജന്മ ഋക്ഷ ദിനേ തവ പ്രഭോ നിമന്ത്രിത ജ്ഞാതി വധൂ മഹീസുരാഃ മഹാ അനസഃ ത്വാം സവിധേ നിധായ സാ മഹാൻ സാദൗ മഹാനസാദൗ വവൃതേ വ്രജേശ്വരീ. തതഃ ഭവത് ത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാ രവൈഃ വിമിശ്രം അശ്രാവി ഭവത് സമീപതഃ പരിസ്ഫുടത് ദാരു ചടത് ചടാ രവഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. 41 40 41 ദശകങ്ങളിൽ പൂതന മോക്ഷങ്കര ഒരു ഭഗവാനോട് ആദ്യത്തെ ലീല എന്ന് ചൊല്ലാം. അല്ല, ഭഗവാൻ ഇங்கே വന്നതുക്കപ്പുറം മധുരാലേന്ത് വൃന്ദാവനം വന്നതുക്കപ്പുറമാണ് ആദ്യത്തെ ലീല. അതൊക്കെ അടുത്തത് എല്ലാ മാസത്തിലെയും രോഹിണി നക്ഷത്രം വരുമേ, അപ്പടി ഒരു രോഹിണി പക്കപ്പിറന്നാൾ ചൊല്ലുക. അതുക്ക് അന്ത മാസപ്പിറന്ന നാൾ അന്നയ്ക്ക് ഹേ പ്രഭോ തവ കഥാപി ജന്മക്ഷദിനേ. പ്രഭോ ഗുരുവായൂരപ്പ ഭഗവാനെ, ഒരു ഉങ്ങളോട് മാസപ്പിറന്ന നാൾ അന്നയ്ക്ക് നിമന്ത്രിത ജ്ഞാതി വധൂമഹീസുര. നന്ദഗോപരും യശോദാവുമാ നിറയെ ബ്രാഹ്മണാളെ എല്ലാം കൂപ്പിട്ടിരിക്ക. പക്കത്തിലിരിക്കപ്പെട്ട നിറയെ സ്ത്രീകൾ പുരുഷന്മാർ എല്ലാരെയും കൂപ്പിട്ട് വധു മഹീസുര നിറയെ സ്ത്രീകള് പുരുഷന്മാരെല്ലാരെയും കൂപ്പിട്ട് എല്ലാരും യശോദ നന്ദഗോപരോട് എന്താ ക്ഷണം ആ കൂപ്പിട്ടത്തെ അനുസരിച്ച് വന്നിരിക്കാം. സാ വ്രജേശ്വരി ത്വാം മഹാനസഃ സവിധേ നിധായ. വ്രജേശ്വരി ഗോകുലത്തുക്കേ നായികയാണ് அந்த യശോദ. എന്നെ പെണ്ണ മുന്നാടി കാലത്തിലെല്ലാം വീടൊന്നും ரொம்ப പെരിശാവൊന്നും ഇരിക്കാതെ. അപ്പോൾ എല്ലാവരും ആത്തുക്കുള്ള നിറയെ പേരെ കൂപ്പിട്ടിരിക്കുക. അവെല്ലാം വിശേഷങ്ങളെല്ലാം ആങ്കളിലതാ നടക്കും. ഹാള് മണ്ഡപം അപ്പടിയൊന്നും ഇല്ലാത്തൊരു കാലമാക്കും. അപ്പോൾ കുഴന്തകളെല്ലാം വാശല്ല ഒക്കാര ചൊല്ലുക. ഉള്ളോ പെരിയ വല്ലം ഉള്ളോക്കാന്ത് അന്തന്നാക്കുന്ന ചടങ്ങ് അതൊക്കെ കൂടുക. ഇപ്പോൾ കുഴന്തയെ എന്നെ ചേരാവുന്ന ത്വാം മഹാനസഃ സവിധേ നിധായ. ഒരു പെരിയ വണ്ടി, കാളവണ്ടി, നിറയെ പശുക്കളുണ്ട്, കാളവണ്ടികളെല്ലാം ഉണ്ട്. ഒരു പെരിയ കാളവണ്ടിയോട് താഴെ എങ്കിൽ അവരുടെ വെയിലൊന്നും വരാതെ അപ്പടിയൊന്നുമില്ല, അതൊക്കെ താഴെ കുഴന്തയെ പടുക്ക വെച്ചിരിക്കാം. അവിടെ കിട്ടക്ക മഹാനസാദൗ വവൃതേ. എന്നിട്ട് മഹാനസഹാന വണ്ടി, മഹാനസാദോജന അടുക്കള. അടുക്കളയിലെല്ലാവരും മന്ദിരക്കടുത്ത് ജോലി ഇരിക്കുമേ. അപ്പം അടുക്കളയിൽ ജോലിക്കായി പോനാളാം.
തതഃ ഭവത്രാണനിയുക്ത ബാലകപ്രഭീതി സംക്രന്ധന സങ്കുലാരവൈഹി. அதுக்கப்புறம் குழந்தைய போட்டிருக்கோம். மீதி இருக்கப்பட்ட கொஞ்சம் கூடி பெரிய குழந்தைகள்கிட்ட, இது சின்ன குழந்தையானே ஒரு 3 மாதம் இருக்குமாയിരിക്കും. ബാക്കി കുഴന്തകളുടെ എല്ലാം കിട്ടക്ക കുഴന്തയെ പാത്തുക്കോ அப்படின்னு சொல்லி எல்லாரையும் கிட்டக்க உட்கார வச்சிருக்கா. அப்படி இருக்கிற சமயத்தில் பாலக பிரபீதி சங்கிரந்தன சங்குலாரவைஹி, அந்த குழந்தைகள் எல்லாம் பயந்து வந்து ஓலி சத்தம் போடுறது, அழறது. ഇത് കേട്ടപ്പോ വിമിശ്രം இப்படி കേട്ടപ്പോ പരിസ്ഫുരദ്ദാരു ചടച്ചടാരവഃ ഭവത് സമീപതഃ അശ്രാവി. இந்த குழந்தைகள் சத்தம் போட்டு அழறதே சொல்லி உள்ளேந்து பெரியவா எல்லாரும் வெளியில் ஓடி வந்து பார்த்தாச்சுன்னா நிறைய மரத்தோடு கஷ்ணங்கள் பொடி பொடியா அங்கெல்லாம் கிடക്കാം. ചടചടാന്നൊരു ശബ്ദം വരെ കേട്ടതാം. അതൊക്കെ കേട്ടുന്നത് ഇവ എന്നാച്ചോ ഒല്ലിട്ട് എല്ലാവരും ഉള്ളേന്ത് ഓടി വന്നിരിക്കുക. ഇനി അതെന്നാക്ക നടന്നതെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ பார்க்கலாம். ഹരേ.